ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹീറോൻ്റെ ഗ്ലാമറാണ് വണ്ടി. നിലവിൽ അതിൻ്റെ സെൽഫ് വർക്ക് ചെയ്യാണ്ട് വന്നാണ് വണ്ടി വന്നിരുന്നതാണ്. അപ്പോൾ നമ്മൾ അതിക്ക് മുമ്പ് വയറിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ വയറിംഗ് കിറ്റൊക്കെ മാറ്റിയായിരുന്നു. അപ്പോൾ നിലവിൽ നമുക്കിത് ഇരിക്കേണ്ട ബാറ്ററി എന്ന് പറയുമ്പോഴത്തേക്കും 2024 മോഡൽ ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററിയാണ്, പുതിയ ബാറ്ററിയാണ്. അപ്പോൾ വരുമ്പോൾ ബാറ്ററിക്ക് ഒട്ടും ചാർജ് ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ബാറ്ററി ഒന്ന് ഫുൾ ചാർജ് ചെയ്ത് വെച്ചു. ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓൾറെഡി മീറ്ററിനകത്തെല്ലാം ലൈറ്റും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. വണ്ടി സെൽഫും വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കംപ്ലൈൻറ്റ് നമ്മൾ ഇതിക്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമുക്ക് അതിൻ്റെ ഹെഡ്ലൈറ്റ് ഒട്ടും പവർ വരുന്നുണ്ടായില്ല. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് നമ്മൾ ഫസ്റ്റ്, അതേപോലെ ബാറ്ററിയിലേക്ക് കയറുന്ന ചാർജിൻ്റെ അളവും കറക്റ്റ് അല്ലായിരുന്നു. അപ്പോൾ ശരിക്കും അതാണ് അതിൻ്റെ പ്രോബ്ലം. നമുക്ക് ഈ എൻജിൻ്റെ അകത്ത് വരുന്ന സ്റ്റാർട്ടർ കോയിലാണ് മെയിനായിട്ട് അതിൻ്റെ കംപ്ലൈൻറ്റ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അഴിച്ച് റെഡി ആക്കിയാൽ തന്നെയാണ് ഈ പ്രോബ്ലം സോൾവ് ആവുള്ളൂ. കാരണം ഒന്നാമത് ഹെഡ്ലൈറ്റിന് വെട്ടം കുറവാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കിടക്കുന്ന ബൾബും അതിൻ്റെ കറക്റ്റ് വാട്സിലുള്ള ബൾബ് അല്ല കിടക്കുന്നത്, കൂടിയ ടൈപ്പ് ബൾബ് കിടക്കുന്നത്. അപ്പോൾ അത് എന്തെങ്കിലും ഹെഡ്ലൈറ്റിന് വെട്ടം വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയതിന് ശേഷം വേണം നമുക്ക് ഈ കോയിൽ അസംബ്ലി മാറ്റാനും. കാരണം എന്താ വെച്ചാൽ ഓവർലോഡ് വലിക്കുമ്പോൾ കോയിലിന് അത് അത്ര നല്ലതല്ല. തന്നെയല്ല, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബാറ്ററിയിലേക്ക് നമുക്കൊരു 14 വോൾട്ടിൻ്റെ മുകളിലേക്ക് വേണം വണ്ടി സ്റ്റാർട്ടിങ്ങിൽ കയറാനായിട്ട്. ഇപ്പം നമ്മൾ ഫുൾ ചാർജ് ചെയ്ത് വെച്ചേക്കണതാണ്. ഫുൾ ചാർജ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് 13.17 റേഞ്ചിലേക്ക് വോൾട്ട് കാണിക്കുന്നത്. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി റേസ് ചെയ്താലും ഇപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. റേസിങ് ചെയ്താൽ പോലും നമുക്ക് ബാറ്ററിയിലേക്ക് കയറുന്ന ചാർജിൻ്റെ അളവ് വളരെ ലോയാണ്. അതായത് കുറേ നേരം റേസ് പിടിക്കുമ്പോൾ കുറച്ചാണ് കയറണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബാറ്ററിയിൽ നിന്ന് ചാർജ് ഡിസ്ചാർജ് ആയി പോകുന്നതിൻ്റെ കേസ്. അപ്പോൾ നമുക്ക് ആ കോയിൽ അസംബ്ലി മാറ്റിയാൽ തന്നെയാണ് അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. കാരണം ആ ഹെഡ്ലൈറ്റ് വെട്ടത്തിൻ്റെ കേസും അത് കറക്റ്റ് ആവും. തന്നെയല്ല, ബാറ്ററിയിലേക്ക് കയറുന്ന ചാർജിൻ്റെ അളവും കറക്റ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ ആ കോയിൽ അസംബ്ലി മാറണം. അത് മാറുമ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സൈഡ് എഞ്ചിൻ്റെ ലെഫ്റ്റ് സൈഡാണ് അഴിക്കേണ്ടത്. കോയിൽ അസംബ്ലി തന്നെ ഏകദേശം ഒരു 1000 രൂപയുടെ നമുക്ക് കോസ്റ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ അഴിച്ച് മാറുന്നതിൻ്റെ ചാർജ് വരും. ആ ഗ്യാസ്കറ്റ്, അതിനോടനുബന്ധിച്ച് ഗ്യാസ്കറ്റിൻ്റെ ഒക്കെ വരും. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സൈഡിൽ ചെറിയൊരു ഓയിൽ ലീക്കേജ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ അസംബ്ലി മാറണമെന്നുണ്ടെങ്കിൽ ആ ഭാഗമൊക്കെ വേണമെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. അതല്ലാതെ കൊണ്ട് നമുക്കത് വേറെ പുറമേ നിന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ ബാറ്ററി ചാർജ് ചെയ്ത് ഇപ്പോൾ ഓക്കെയാണ്. പക്ഷേ അത് പിന്നെ വീണ്ടും റിപ്പീറ്റ് വരാതിരിക്കണമെങ്കിൽ ഇത് ചെയ്താൽ മാത്രമാണ് അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, റെഡി ആവുള്ളൂ. പിന്നെ വണ്ടിക്ക് മൈലേജ് ഒരല്പം കുറഞ്ഞേക്കണ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ചെയ്തേക്കണത് വയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് മാത്രമാണ്. വയറിങ് മാറ്റി പുതിയത് വെച്ചേക്കണം. പിന്നെ ഇൻഡിക്കേറ്ററുകൾ മാറ്റിയേക്കണം. അത് മാത്രമൊക്കെയാണ് നമ്മൾ ചെയ്തേക്കണ വർക്ക്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റേസ് ചെയ്യുന്ന സമയത്ത് സൈലൻസറിൽ നിന്ന് ഓയിൽ കയറി കത്തണതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഓയിൽ കത്തണ വണ്ടിക്ക് സ്വാഭാവികമായിട്ടും മൈലേജിൻ്റെ പെട്രോളിൻ്റെ കൺസംഷൻ കൂടുതലായിരിക്കും. അതായത് എഫിഷ്യൻസി കുറയും. ഓക്കെ, അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് മൈലേജ് ഷോർട്ട് വന്നത് കേട്ടോ. അത് നമുക്ക് പുറമേ നിന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ട്യൂണിങ്ങിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ നിലവിൽ ഇതാണ് അവസ്ഥ. അപ്പോൾ ഞാൻ കോയിൽ അസംബ്ലി മാറ്റുകയാണെങ്കിൽ ഏകദേശം എത്ര കോസ്റ്റ് വരുമെന്ന് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം. അപ്പോൾ അപ്രൂവൽ കിട്ടിയാൽ മാത്രമാണ്, നിങ്ങളിപ്പോൾ പെർമിഷൻ തന്നാൽ മാത്രമേ നമുക്കത് അഴിച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം.